ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നതൊരു കുഞ്ഞു വ്ളോഗുമായിട്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്തുണ്ട് എൻ്റെ മോൾ എഴുന്നേറ്റ്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അവളെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നതാട്ടോ. അവൾ കൂടെ ഒരു വ്ളോഗും എടുത്തു. അപ്പോൾ ഇയാളെ കാണാൻ വേണ്ടിയിട്ടാട്ടോ എൻ്റെ മോൾ വന്നത്. അവൾക്ക് ഞാൻ പറഞ്ഞല്ലോ, അവൾക്ക് ഫേവറേറ്റ് ആയിട്ട് ഇവിടെ ഒരാളുണ്ട്. ആ ആളാണ് ഇതിൽ കാണുന്നത്, ഇതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കാണാനോട്ട് പറ്റുന്നുമില്ല. ആ വണ്ടീൻ്റെ ഉള്ളിലാണുള്ളത്. അതാ ഇപ്പം കാണാൻ നിങ്ങൾക്ക്. അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞ് സാധനത്തിനെ കണ്ടോ? ആ ഒരു പൂച്ചക്കുട്ടി. ആ കുഞ്ഞ് ഐറ്റത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോളിങ്ങനെ നടക്കുന്നത്. അപ്പോൾ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിൽ വൈകുന്നേരം ആണെങ്കിലും അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അത് കണ്ടോ, ഇപ്പോഴും അവളെ ഫേസിൽ കാണാനുണ്ട്. അവൾ ഭയങ്കര ഹാപ്പി ആട്ടോ അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ. ഒരുവിധം കുട്ടികളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ, ഈ ഇങ്ങനത്തെ ഈ ആനിമൽസിനെയും ബേഡ്സിനെയും ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. എല്ലാ കുട്ടികൾക്കും ഉണ്ടോയെന്ന് അറിയില്ല, ഒരുവിധം കുട്ടികൾക്കൊക്കെ ഞാനിവിടെ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ആ കുഞ്ഞു പൂച്ചക്കുട്ടി. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ? നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെത് നട്ടിട്ടില്ലായിരുന്നോ? അതാട്ടോ, ഈ ഒരു ചിരട്ട വെച്ചിട്ടാണ് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കൽ. രാവിലെ വൈകിട്ട് ചിലപ്പം പറ്റില്ല കേട്ടോ, രാവിലെ ഒഴിച്ചു കൊടുക്കലുണ്ട്. അപ്പോഴും എൻ്റെ മോളിതാ അവിടെ ഇരുന്നൊരു കന്നിക്കൂർക്കിൽ പറിക്കുകയാണ്. ഞാൻ സാധാരണ ഇങ്ങനെ പറിക്കാൻ സമ്മതിക്കലില്ല അവളെ. ആൾ ഒരു വൃത്തിയിലാണ്ടാണ് പറിക്കുന്നത്. പക്ഷെ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ചെടി ചിലപ്പോൾ ഉണങ്ങിപ്പോവും. പിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ അവളെ പറിച്ചപ്പോഴാണ് ഞാൻ അവളെ കയ്യിൽ ഇങ്ങനെ നോക്കിയത് എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോഴാട്ടോ കണ്ട്. പിന്നെ പറയണ്ടല്ലോ, നേരെ വായിലേക്ക് പോകാനുള്ളതാണ്. അതും എങ്ങനെയൊക്കെയോ പിടിച്ച് വാങ്ങി. അവളെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഒരു പൂവ് കണ്ടോ? ഈ ഒരു പൂവ് പണ്ട് എൻ്റെ വീട്ടിൽ പണിക്ക് വന്നൊരു ചേച്ചി കൊണ്ട് തന്നതാട്ടോ. ഇതിൻ്റെ ചെടി വളരെ ചെറുതായിരുന്നു കേട്ടോ അന്നൊക്കെ. അതിപ്പോൾ നല്ല വലുതായി. നല്ല വലുതായി, അത്യാവശ്യം വലുതായിട്ടുണ്ട്. നല്ല പൂവ് ചില സമയത്ത് ഒരുപാടുണ്ടാവും, നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ പൂക്കളും ചെടികളും ഒക്കെ ഉള്ള പൂക്കളൊക്കെ തന്നെ നോക്കിയിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. പക്ഷെ അവളെ കണ്ണ് മുഴുവൻ ആ കന്നിക്കൂർക്കലിൻ്റെ അടുത്തേക്ക് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെയൊന്ന് പിടിച്ച് ഞെരണ്ടാൻ കിട്ടിയാൽ അവൾക്ക് അത്രയും സന്തോഷം എന്നുള്ള രീതിയിൽ അവൾ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ മോളെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. ചെറിയൊരു വെയിലുണ്ട്, കാരണം ഒരു 11 മണി 11:30 ആ ഒരു ടൈമാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മോർണിംഗ് ഒന്നും പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, അങ്ങനെ പറയാമല്ലേ. അപ്പോൾ ഈ ഒരു പുല്ല് കണ്ടോ? ഈ ഒരു പുല്ല് പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ നമ്മളിങ്ങനെ റോഡിനൊക്കെ നടന്നൊക്കെ പോകുമ്പോഴെങ്ങനെ കാണാമായിരുന്നു. കാരണം നല്ല അത്യാവശ്യം നീളം കൂടുതലായിരിക്കുമല്ലോ. എന്നിട്ട് ഇങ്ങനെ ഉണങ്ങിയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാടുണ്ടായാലേ, ഇതൊരുപാടുണ്ടാവുമെന്ന് അറിയില്ല, നോക്കാം എന്തായാലും. നിങ്ങൾക്കൊക്കെ അറിയാൻ മതിയല്ലോ ആ ചെടി എന്താണെന്നുള്ളത്. ഒരു ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അത് മര്യാദ കാണാൻ തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ മോൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല അവൾ കഴിച്ചതിൽ. അപ്പോൾ ഞാനങ്ങനെ നിർബന്ധിച്ച് കൊടുക്കലുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കുറച്ചൊന്ന് കൊടുത്തു നോക്കുകയാണ്. കൊടുത്തു നോക്കിയിട്ട് കഴിക്കുന്നതൊക്കെ കണക്ക് തന്നെയാണ്. ഇന്നത്തെ ദിവസം അവളെ ഫുഡ് മുഴുവൻ പോക്ക് തന്നെയാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും മേലൊക്കെ ഡ്രസ്സ് മുഴുവൻ ആക്കും അവൾ. എപ്പോഴും ഇല്ല, അധികവും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന അതിലും വലിയൊരു ടാസ്ക്കാണ്. കണ്ടില്ലേ, ഇതായതിന് അവസ്ഥ. ഈ തലേൻ്റെ ഉള്ളിൽ കൂടെ ഇടാൻ അവൾ സമ്മതിക്കുകയില്ല. അത് അവൾക്ക് പൊതുവിലെ അവൾക്ക് ഇഷ്ടമല്ല ഡ്രസ്സ് നടക്കണ്ടോ. ഇതായിരുന്നു അവസ്ഥ. ചെറുതല്ലേ, എങ്ങനെ അവളെ എനിക്ക് ഭയങ്കര പേടി തോന്നും. കാരണം എന്താ വെച്ചാൽ അവൾ അങ്ങോട്ട് കിടന്ന് പിന്നെ വേറെ വഴിയില്ല. ഞാൻ ഒരുവിധം അവളതാക്കി ഞാൻ എങ്ങനെയൊക്കെയോ തലേൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ടതാട്ടോ അത്. പക്ഷേ ചില ഡ്രസ്സ് നമുക്ക് കാലിൻ്റെ മുകളിൽ കൂടെ കയറ്റാൻ പറ്റും. പക്ഷേ ഇതങ്ങനെ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും അതേ ശ്രമിക്കുള്ളൂ. അപ്പോൾ അവസാനം എങ്ങനെയൊക്കെയോ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ച്. കാരണം അവസാനം ഞാൻ ക്യാമറ കാണിച്ചു കൊടുത്തു. കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ അങ്ങനെ അവളെ കിടത്തിയിട്ടോ. പിന്നെ അവളെ ബാക്കി പരിപാടികളാണ് അപ്പോഴവിടെ കിടക്കുന്നില്ല കേട്ടോ, നേരെ എൻ്റെ മേത്തേക്ക് തന്നെ പോരുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ കുറേ പറഞ്ഞു. പിന്നെ നേരെ എൻ്റെ പാട്ടും കഥകളും അവളോട് അങ്ങനെ കുറച്ചുകൂടി ഇൻട്രാക്ട് ചെയ്ത് അവളെ പിടിച്ച് ഞാൻ കിടത്തി എങ്ങനെയൊക്കെയോ ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് ഞാൻ എൻ്റെ ആ ഒരു ദൗത്യം പൂർത്തിയാക്കുക കേട്ടോ. അതാണ് നിങ്ങൾ കാണുന്നത്. കുറേ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ച് എന്നെ ചവിട്ടുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് തിരിയുന്നുണ്ട്. കണ്ടോ, അവൾ എഴുന്നേറ്റ് പോയി. പിന്നെ അവൾ എഴുന്നേറ്റതിന് ശേഷം ഞാൻ എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. അവളെ കളീൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ.
അങ്ങനെ ഇന്ന് ചെറിയൊരു പ്ലാനിങ് ഉണ്ട്. ഞാൻ വിചാരിച്ചത് മറ്റൊന്നല്ല, എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കേട്ടോ വൈകുന്നേരം. അപ്പോൾ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് കുമ്പിളപ്പം വേണോ അട വേണോ എന്നുള്ള കൺഫ്യൂഷൻ. എന്തെങ്കിലും ഒന്ന് ശർക്കരയും തേങ്ങ ഇട്ടിട്ട് കഴിക്കാൻ വല്ലാത്തൊരു മോഹമായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അടയാക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാനുള്ള ഇല ഇവിടെ കിട്ടില്ല. ഒന്നെങ്കിൽ പ്ലാവിൽ വേണം, അല്ലെങ്കിൽ ഞാൻ കറുവപ്പട്ടേൻ്റെ ഇലയായിരുന്നു. കറുവപ്പട്ടേൻ്റെ മരം മുറിച്ചതിന് ശേഷം അപ്പോൾ അത് കിട്ടില്ല. കാരണം അത് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ഫ്ലേവർ കിട്ടിയിരുന്നു. പിന്നെ പ്ലാവിൻ്റെ ഇലയാണെങ്കിലും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അട ഉണ്ടാക്കാം. അങ്ങനെ ഞാനും എൻ്റെ മോളും കൂടെ അടയ്ക്കുള്ള ഇല പറിക്കാൻ വേണ്ടി പോയതാട്ടോ. ഇല പറിക്കാൻ വേണ്ടി പോയി. അങ്ങനെ വാഴേൻ്റെ ഇല വലിയ കുഴപ്പമില്ലാണ്ട് ഉണ്ടായിരുന്നു കണ്ടോ. ആ സമയത്ത് അവളെ പൂച്ചക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അതിനെയാണ് അവൾക്ക് കാണിച്ചു കൊടുത്തത്. അത് ഞങ്ങളെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവിടെ. അപ്പം ഞാൻ അവൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആയതുകൊണ്ട് തന്നെ അവൾ കണ്ടില്ല. ഞാൻ നോക്കി. പിന്നെ എനിക്ക് അവളെയും കൊണ്ട് എടുത്തിട്ട് കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ, അച്ഛൻ ആരോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഫ്രീ അല്ലായിരുന്നു. പിന്നെ അമ്മയാണെങ്കിലും അമ്മ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടി പോയ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ അവളെ എടുത്തിട്ട്, അല്ലാണ്ട് ഞാൻ ഈ കത്തിയൊന്നും പിടിച്ചിട്ട് അവളെ എടുത്ത് പോകില്ല ശരിക്കും. പക്ഷെ എനിക്കിതെന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്നുള്ളൊരു മോഹം കൊണ്ട് ഞാൻ പിന്നെ വളരെ സേഫായിട്ട് ഞാൻ കത്തിയൊക്കെ മാറ്റി വെച്ച് അങ്ങനെയൊക്കെ കുറച്ച് കളിച്ചിട്ട് തന്നെയാണ് കേട്ടോ അവളെ കൊണ്ട് പോയത്. പിന്നെ കത്തി നിന്നെന്തോ ദൈവഭാഗ്യത്തിന് അവൾ പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്താ കണ്ട അവളെ പൂച്ചക്കുട്ടി ഞങ്ങളെ നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കാരണം രാവിലെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കൊണ്ട് കൊടുക്കലുണ്ട്. കാരണം ഇവൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ബാലൻസ് എന്തായാലും വരും. അപ്പം അത് കളയലില്ല, അധികം ഇതിന് കൊണ്ട് കൊടുക്കുക ചെയ്യാം. അങ്ങനെ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ കണ്ടപ്പോഴത്തേ റെഡി ആയി നിൽക്കുന്നത്. ഇതെൻ്റെ വീട്ടിലത്തെ ചാമ്പക്കേൻ്റെ മരമാണ്. ചാമ്പക്കേൻ്റെ മരത്തിൻ്റെ മുകളിൽ വലിയ ഇപ്രാവശ്യം കുറവാണ്. മറ്റേത് നന്നായിട്ടുണ്ടാവാറുണ്ട്. ഇനിയിപ്പോൾ ഈ സീസണാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇടയ്ക്ക് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇത് അവിടങ്ങളിലൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ലേശം ഉപ്പും മുളകൊക്കെ കൂട്ടി നന്നായിട്ടൊന്ന് കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു 3 എണ്ണം കണ്ടോ, ആ ഒരു 3 സെറ്റല്ല, ആ ഒരു 3 എണ്ണം അത് ഞാനിങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ വെറുങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടോ ഈ ചാമ്പക്കേൻ്റെ? കാരണം ഇപ്പോൾ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഇതിന് വംശനാശമായി തുടങ്ങിയിട്ടുണ്ട്. പലരും പറഞ്ഞു കേട്ടതാണ്. പിന്നെ എൻ്റെ വീട്ടിൽ വെള്ളച്ചാമ്പക്ക ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ കായ ഉണ്ടാകുന്നത് കുറവാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എന്താ വെച്ചാൽ വേഗം പോയിട്ട് ഇല ഞാൻ അത്രയും വലിയ ഇല എടുത്തിട്ടില്ല കേട്ടോ. അത് ഞാൻ നടുവെട്ടിയിട്ടുണ്ട്. ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇലയൊക്കെ ഞാനൊന്ന് കഴുകാനൊക്കെ വേണ്ടിയിട്ട് അവിടെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നെ നോക്കിയിട്ടിരിക്കുകയാണ്. അവൾക്ക് പിന്നെ അതുപോലത്തെ എന്തെങ്കിലും ഐറ്റംസ് മതി കൈ പിടിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് വാങ്ങുന്ന ടോയ്സും കാര്യങ്ങളും അതിനേക്കാളും കൂടുതൽ ഇഷ്ടം കുപ്പി, പിന്നെ എന്തെങ്കിലും നൂല്, അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതൽ. അത് എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾക്കുള്ളൊരു ക്രേസാണ് അങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ. അപ്പോൾ ഞാൻ വേഗം അമ്മ ഫ്രഷായിട്ടൊക്കെ വരുന്നതിൻ്റെ മുന്നേ, കാരണം അമ്മ വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഒന്ന് കൈമാറാമല്ലോ, അല്ലെങ്കിൽ അച്ഛനാറ്റ ഫ്രീ ആകുമ്പോൾ. അപ്പോൾ അച്ഛൻ അവിടെ ആരോ വന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ എന്തായാലും ഇപ്പോൾ ഫ്രീ ആകുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അമ്മ വരുന്നത് നോക്കിയിട്ട് വേഗം ഞാൻ അമ്മേനോട് പറഞ്ഞു, ഞാൻ വേഗം കുഴച്ച് വെക്കുകയാണ് മാവ് എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു റെഡിയാക്കിയത്. അപ്പോൾ മാവ് കുഴയ്ക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മോൾക്കുള്ള രാത്രിക്കുള്ള ഫുഡിൻ്റെത് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ വേണ്ട, പിന്നെ മോളെ അച്ഛനും അമ്മയും കൂടെ എടുത്ത് കൊണ്ടുപോയിട്ടു. കാരണം 2 പേരും കൂടെ ഇരുന്നിട്ടാണ് അധികമുള്ള നോക്കുക. കാരണം ചിലപ്പോൾ കുറച്ച് നേരം അച്ഛൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവൾ ചിലപ്പം പിന്നെ ഇവളെ കളികൾ തുടങ്ങും. പിന്നെ കുറച്ച് നേരം അമ്മ എടുത്താലും അങ്ങനെ തന്നെ. അപ്പം ഞാൻ അവളെ ഒന്ന് മാറി നിൽക്കുന്ന സമയത്ത് വേഗം തന്നെ ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഇവൾ എന്തെങ്കിലും ബഹളം വെക്കുന്നുണ്ടോ. അതുകൊണ്ട് അമ്മേൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ വേഗം തേങ്ങ ചിരവി അതിനുള്ള ഐറ്റംസൊക്കെ സെറ്റാക്കുക കേട്ടോ. അപ്പോൾ അവളെന്നെ നോക്കുന്നുണ്ട്. അവൾക്ക് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, എപ്പോഴും ഒന്നുമില്ല കേട്ടോ. ചില സമയത്തുള്ള പ്രശ്നങ്ങളാണത്. ഒന്നാമത് ഇനിയിപ്പോൾ സന്ധ്യ കഴിഞ്ഞ് ഇനിയിപ്പോൾ സന്ധ്യയല്ല, മീൻസ് വൈകുന്നേരം ആ ഒരു ടൈമൊക്കെ ആയല്ലോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവൾക്കൊരു ഉറക്കിൻ്റെ ഒക്കെ ഒരു മൂഡ് വരും. അപ്പം അതുകൊണ്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു അവളെയും കൊണ്ടൊന്ന് എൻ്റെ അടുത്ത് വന്ന് നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്കുള്ളൊരു എന്തെങ്കിലും ഒരു ഫുഡ് കൊടുക്കണ്ടേന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നുകൂടെ ഒന്ന് കൊടുത്തു നോക്കണം. കാരണം അവൾ കഴിച്ച ഫുഡ് ഞാൻ പറഞ്ഞല്ലോ എനിക്കത്ര താല്പര്യം തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും അവൾക്ക് കുറച്ചും കൂടെ കൊടുത്തു നോക്കണം. അപ്പോൾ ഞാൻ പാട്ടും കഥകളും ഒക്കെ പാടി
അവളെ കോൺസെൻട്രേഷൻ എൻ്റെ അടുത്തേക്കും ഫുഡിലേക്കും ഒക്കെ എത്തിച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് അവളെ കൊണ്ട് കഴിപ്പിക്കാനുള്ള ഇതിലാട്ടോ. കുറച്ച് അവളെ എന്താ പറയുക, എൻ്റെ ഒരു സമാധാനത്തിന് എന്ന് വേണേൽ പറയാം, അത്രയൊക്കെ അവൾ കഴിച്ചിട്ടുള്ളൂ. ഞാനിടയ്ക്ക് ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട്, അത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്കിപ്പോഴും ക്യാമറ സെറ്റ് ചെയ്തിട്ടൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങാനും ഫോൺ വെച്ചത് പ്രശ്നമായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെല്ലാം ശ്രദ്ധിക്കണമല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ ഇനിയിപ്പോൾ മറ്റൊന്നെല്ലാം ഉണ്ടോ, ഞാൻ ഇടയ്ക്കൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. കാരണം എനിക്കത് എങ്ങോട്ടാണ് കാണുന്നത് ഒന്നും പിടികിട്ടുന്നില്ല. കാരണം ഞാൻ ലൈറ്റ് അധികം കുറച്ചിട്ടാണ് വെക്കുക, കാരണം മോള് അതിലേക്ക് ശ്രദ്ധിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കാണുന്നുണ്ടോ ഇല്ലയോ, ക്ലിയർ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവളെ ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളതും എൻ്റെ ഒരു ടാസ്ക് തന്നെയാണല്ലോ. അത് കഴിഞ്ഞു. പിന്നെ സന്ധ്യയായി. സന്ധ്യയ്ക്ക് ഞങ്ങൾ വിളക്കൊക്കെ വെച്ചു. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് മോളെയും കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടെ ഞാൻ. അപ്പോൾ സന്ധ്യയ്ക്ക് ആ വിളക്ക് വെച്ച സമയത്തെ കുറച്ച് നേരം ഒന്ന്, കാരണം അവളെ ഒന്ന്, കാരണം ഫുൾ ടൈം ഞാൻ മാറി നിൽക്കുമ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരിത്തിരി നേരം ഞാനൊന്നെടുത്ത് അവളെയും കൊണ്ട് അവിടെ ഒന്ന് കളിപ്പിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ ദൗത്യത്തിലേക്ക് തന്നെ കടന്നു കേട്ടോ. അപ്പോഴും ആളെൻ്റെ കൂടെ തന്നെ ഉണ്ടേ. അങ്ങനെ ഞാനിനി ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് സെറ്റാക്കി നിർത്താൻ വേണമല്ലോ. അപ്പോൾ ഞാൻ എന്താ ഓരോന്ന് മാവ് റെഡിയാക്കാനുള്ളതും അങ്ങനത്തെ ഓരോരോ എൻ്റെ ചെറിയ ചെറിയ പരിപാടികളിലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് നെയ്യ് എടുക്കാനുണ്ടായിരുന്നു. ഞാൻ നെയ്യ് ഇട്ടിട്ടാണ് കേട്ടോ അധികം ഉണ്ടാക്കാറുള്ളത്. ഈ ഒരു നമ്മളെ തേങ്ങേൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, നിങ്ങളെങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ തേങ്ങേൻ്റെ മിക്സിൽ വളരെ സിമ്പിൾ റെസിപ്പിയാണ്, അങ്ങനെ വലിയൊരു അഡീഷണലായിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ. നാച്ചുറലായിട്ട് നമ്മൾ പണ്ട് തൊട്ട് എന്തൊക്കെയാണോ ശീലിച്ചത് അതൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെ തേങ്ങ, ശർക്കര, ചിലപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഏലക്കായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ശർക്കരേൻ്റെ പാവ് റെഡിയാക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എൻ്റെ മോളെ ഫുഡിൻ്റെ നോക്കുന്നുണ്ട് രാത്രിക്കുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഇഷ്ടപ്പെടുമോ? അത് ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ കൂടുതൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല. അവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടിട്ട് ഇന്നൊരു രാത്രി വരെ എനിക്ക് തോന്നുന്നു അവളെ അങ്ങനെയാണ് അവൾ പൊതുവിലെ അവളെ ഫുഡിൻ്റെ പോക്ക് അങ്ങനെയാണ് ഉണ്ടാവാറ്. രാവിലെ വരെ കഴിച്ചിട്ടില്ല, പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ പോയി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും കൊടുത്തു വെക്കാൻ അത് കുറച്ച് ഗ്യാപ്പുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശർക്കരയ്ക്കുള്ളത് നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെറിയ തേങ്ങയാട്ടോ കണ്ടത്. അപ്പോൾ ശർക്കരേൻ്റെ പാവ് റെഡിയാക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനത് എൻ്റെ മോക്ക് അവളെ അടുക്കളയ്ക്ക് ആ കുപ്പി എടുത്തിട്ട് നിലത്തേക്ക് എടുത്തിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് കഴുകിയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ശർക്കരേണ്ടത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടി, എൻ്റെ ആ മെയിൻ ഐറ്റം തന്നെ ചീനച്ചട്ടി. അത് നല്ല കട്ടിയുള്ള ചീനച്ചട്ടി കേട്ടോ. അതേതാ മെറ്റീരിയലെന്ന് എനിക്കറിയില്ല, പക്ഷേ കുറേ ആയത് ആ ചീനച്ചട്ടി. പക്ഷേ നന്നായിട്ട് അത് ഓടുന്നുണ്ട്, കാരണം പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും. അതായത് അതിൻ്റെ മെറ്റീരിയൽ എനിക്ക് വലിയ നിശ്ചയമല്ല കേട്ടോ. അങ്ങനെ പോയിട്ടുമില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ട് അതിൽ ഒരുപാട് ചേഞ്ചുകളുണ്ട്, പക്ഷേ അല്ലാണ്ട് വേറെ അങ്ങനത്തെ മോശമായിട്ടില്ല. അപ്പോൾ അതായത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നെയ്യൊക്കെ എടുത്ത് നെയ്യിനെ ഇട്ടിട്ട് വേണം അതിലേക്ക് തേങ്ങ, ശർക്കര, ഏലക്കായ, ഇത്രയും 3 ഐറ്റംസേ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ. കാരണം വേറെ അഡീഷണലായിട്ടൊന്നും ചേർത്തില്ല. ചിലവർ പഴമൊക്കെ ചേർക്കുമെന്ന് പറയുന്നേക്കാം. അപ്പം പഴം ചേർക്കുന്നത് ഞങ്ങളെല്ലാവർക്കും അത്ര ഇഷ്ടമല്ല. ഇവിടെ അമ്മയ്ക്കൊന്നും വലിയൊരു താല്പര്യമില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം പഴം ചേർത്തിട്ടുള്ളതാവുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു പുളി വരെ തോന്നാൻ ചാൻസ് ഉണ്ട്. ചെറിയൊരു പുളിരസം തോന്നും. അത് ചില ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് ഞങ്ങളിതുവരെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പഴം അങ്ങനെ ഇട്ടിട്ടില്ല. ശരിയാണ്, ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോഴും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ പഴുക്കാത്ത പഴമായതുകൊണ്ടാണോ ഇനി എന്താണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ മോളത് കൊതുക് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണേ. കാരണം ഈ ഒരു സമയം എന്നെക്കൊണ്ട് കൊതുകൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത്യാവശ്യം കൊതുകുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് തേങ്ങ ഇട്ടു. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കുന്നുണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെങ്ങനെയാണ് കേട്ടോ, ഞാൻ കഴിയുന്നതും നമ്മൾ ഓരോ സാധനത്തിന് എടുക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ അത് അപ്പോൾ തന്നെ കഴുകിയിട്ട് അവിടെ വെക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലതൊക്കെ ഇപ്പോൾ
എന്താ പറയുക, അപ്പോൾ ചിലത് നമ്മളെ ഇങ്ങനെ ചീനച്ചട്ടിയിലോ അതിലൊക്കെ പറ്റി കിടക്കുന്ന ഐറ്റംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് പോക്കുകയുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ വേഗത്തിൽ തന്നെ ഒക്കെ റെഡിയാക്കും കേട്ടോ. മറ്റേന്താ വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആകെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആകെ ബോറടിക്കും. ഭയങ്കര വൃത്തികെട്ട പരിപാടിയാണ് കേട്ടോ അത്. അപ്പോൾ ഞാനെന്താ ശർക്കരപ്പാവ് അതിലേക്ക് ഒഴിക്കുകയാണേ, ആ തേങ്ങേൻ്റെ മിക്സിൻ്റെ അകത്തേക്ക്. അങ്ങനെ കണ്ടോ, ഇങ്ങനെ അതിൻ്റെ കൂടെ. പക്ഷേ ശർക്കരപ്പാവിൻ്റെ ഒരു കാര്യമുണ്ട്, അത് ഞാൻ അതിൻ്റെ അകത്ത് പിന്നെ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അതിൻ്റെ അടിയിൽ ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗത്തിൽ തന്നെ അതൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടു. പിന്നെ ഞാൻ മോൾക്ക് ഫുഡ് കൊടുക്കുകയാണേ. അപ്പോൾ മോൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവൾ പറഞ്ഞ പോലെ തന്നെ കളി തന്നെയായിരുന്നു. പിന്നെ പറ്റുന്ന പോലെ കൊടുത്തു. പിന്നെ ഞാൻ വേഗം വന്ന് ബാക്കി പരിപാടികൾ ചെയ്യാൻ. അപ്പോൾ മറ്റൊന്നല്ല, ഇലയൊന്ന് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഇല ഞാൻ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇല കട്ട് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. നമ്മളിങ്ങനെ പണ്ടൊക്കെ ഞാൻ എങ്ങനെ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കില്ല, അങ്ങനെ എടുക്കുകയാണ്. പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ സൈഡിൽ നിന്ന് അതേപോലെ ഇങ്ങനെ കീറി എടുക്കുക എന്നുള്ളത്. പക്ഷേ കീറിയിട്ട് അത് എങ്ങോട്ട് വലിക്കണം എന്നുള്ള വീണ്ടും കൺഫ്യൂഷൻ ആയത് കൊണ്ട് തന്നെ വലിച്ച സ്ഥലം മാറിപ്പോയി. അപ്പോൾ ഇങ്ങനെ മൊത്തം കീറി പൊളിഞ്ഞു പോരുകയാണ് കേട്ടോ ചെയ്തത്. പക്ഷെ എന്നാലും ഞാൻ വീണ്ടും എൻ്റെ പരിശ്രമത്തിൽ തന്നെയാണ്. കാരണം അത് കിട്ടുന്നവരെ ഞാൻ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ലല്ലോ. ഇടയ്ക്ക് എനിക്ക് കിട്ടലുണ്ട് കേട്ടോ അങ്ങനെ. പക്ഷെ അത് കീറുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കീറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അതേപോലെ അതിൻ്റെ മുകളിൽ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ കട്ടിക്കുള്ള അതിൻ്റെ അടുത്തുകൂടെ തന്നെ അതിങ്ങനെ എടുത്തു പോരും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഞാനെന്താ പിന്നെ ലാസ്റ്റിലേക്ക് എനിക്ക് കീറിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വേസ്റ്റ് ഞാൻ കൊണ്ട് കളഞ്ഞു. അപ്പോൾ അത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം തന്നെ കുറേ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല, വേറൊന്നും കൊണ്ടുമല്ല. പിന്നെ നമുക്ക് അത്രയും ഭാഗം ക്ലീൻ ചെയ്യാണ്ട് അത്രയും ഒരു സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോഴത്തേക്കും എൻ്റെ മോളെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾ കണ്ടില്ല, അമ്മ എടുത്തുകൊണ്ട് വരുന്നത്. അവൾ വെള്ളം വെച്ചപ്പെടുത്തുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ കൂടുതൽ പണികളൊന്നുമില്ലായിരുന്നു. അതിൽ കുറച്ച് ഏലക്കായ പൊടിച്ചിട്ട് ചേർക്കാനുണ്ടായിരുന്നു കേട്ടോ മിക്സിൻ്റെ അകത്തേക്ക്. ഞാൻ ഏലക്കായ പൊടിച്ച് അതിലേക്ക് ചീനച്ചട്ടിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പൊടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങളൊക്കെ വീട്ടിലുണ്ടോ? അതിങ്ങനെ കല്ലിൽ ഇങ്ങനെ ഇടിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. നല്ല എളുപ്പമല്ല, നല്ല സുഖമാണ്. ഇപ്പോൾ ഒരുവിധം വീടുകളിലൊക്കെ എനിക്കൊന്ന് അമ്മിയും അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടിക്കാനും പൊടിക്കാനൊക്കെ ഈ ഒരു സംഭവം ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് മിക്സ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിൽ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും, പക്ഷെ അത് വെള്ളം പോലെ അല്ല കേട്ടോ സാധനം. അത് എന്തായാലും ഡ്രൈ ആവും, കാരണം കുറച്ചുകൂടെ നല്ല ചൂടാ ചട്ടിയിൽ നിന്ന് കിട്ടും അതിന്. അപ്പോൾ എൻ്റെ മോളെ പിന്നെ ഞാൻ കൊണ്ടുപോയിട്ട് പിന്നെ കുറച്ച് നേരം എനിക്ക് വേറെ പണികളൊന്നും ഇല്ലല്ലോ. ഇനി ഒന്ന് സെറ്റാക്കി വെക്കാനല്ലോ. അപ്പോൾ ഞാൻ നേരെ അവളെ കൊണ്ടുപോയി അവളെ മേലൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് അവളെ ഉറക്കാനുള്ള പരിപാടിയിലേക്കായിരുന്നു കേട്ടോ. അതിനാണ് ഞാൻ അവിടെ പോയിരുന്നത്. ഇപ്പോൾ കുറച്ച് നേരം അവൾ കളിച്ച് അവൾക്ക് ഉറക്ക് വരുമ്പോൾ അവൾ തന്നെ വരുമല്ലോ. എൻ്റെ മേത്തേക്ക് കയറിയിട്ടുണ്ട്, എൻ്റെ മോൾക്ക് ഉറക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരത്തേക്ക് ഗ്യാപ്പാണ്. പിന്നെ ഞാൻ അവൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതിൽ ഞാൻ തൊട്ട് കൂട്ടിയത് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഓയിലാണെന്ന്. കാരണം ഒരുവിധം എല്ലാവരും അങ്ങനെയാണ് ചെയ്യൽ. പക്ഷെ ഞാനത് ഓയിലല്ല കേട്ടോ, ഞാൻ വെള്ളമാണ്. കാരണം ഒരുപാട് ഓയിൽ യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ കുറച്ച് ആ മാവിൽ ഇത്തിരി ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിച്ചതൊക്കെ ഞാൻ വെള്ളം ഇങ്ങനെ തൊട്ടിട്ട്, അതാകുമ്പോൾ വിട്ട് കിട്ടുമല്ലോ, കയ്യിലൊട്ടി പിടിക്കുകയല്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ, അത് വെള്ളമാണ് അത്. അപ്പോൾ എല്ലാവരും കഴിയുന്നതും നമ്മൾ ഓയിലൊക്കെ കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ്. ഇതേപോലെ ഞാൻ ഇനി ഓരോന്നായി പ്രിപ്പയർ ചെയ്യണം. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം ഞങ്ങൾക്ക് വേണ്ടതല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാവേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് വേഗത്തിൽ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഇനി കാരണം മറ്റൊന്നുണ്ടല്ല, മോൾ ഉറങ്ങുകയാണ്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മൾ വേഗത്തിൽ ചെയ്യുന്നതാണല്ലോ നല്ലത്. അങ്ങനെ കണ്ടോ, ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ശർക്കരേൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതെന്തായാലും കുറച്ച് ഡ്രൈ ആവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ കുറച്ച് ഡ്രൈ തന്നെയായിരുന്നു. ഡ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി, എനിക്കിഷ്ടപ്പെട്ട കൺസിസ്റ്റൻസി തന്നെയായിരുന്നു കേട്ടോ. അത് ചിലവർ കുറച്ച് ലൂസാക്കിയിട്ടൊക്കെ എടുക്കുന്നതാണ്, പക്ഷേ എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ എനിക്കിഷ്ടം.
പിന്നെ ചിലവർ നേരെ തേങ്ങയും ശർക്കരയും കൂടെ കുഴച്ചിട്ട് അതായത് ഇങ്ങനെ ചൂടാക്കൊന്നുമില്ല, നേരെ ശർക്കര ചുരണ്ടിയിട്ടിട്ട് അതിൽ തേങ്ങ മിക്സാക്കിയിട്ട് അങ്ങനെ പണ്ട് അമ്മയൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അങ്ങനെ എളുപ്പത്തിലല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അന്നത്തെ ശർക്കര നമുക്ക് വിശ്വസിക്കും, പക്ഷേ ഇന്നത്തെ ശർക്കര നമ്മൾ ചൂടാക്കിയിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, കാരണം അതിലൊരുപാട് മായം കലർത്തിയിട്ടാണ് വരുന്നതെന്നാണല്ലോ പറയുന്നത്. ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചൂടാക്കിയിട്ട് ആ ഒരു വൈറ്റ് കളറിൽ ഫ്രോത്ത് വരും മുകളിൽ ഇങ്ങനെ പൊങ്ങിയിട്ട്, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ശർക്കര യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ എൻ്റെ ശർക്കരയ്ക്ക് കളറ് കുറവായിരുന്നു കേട്ടോ. വൈറ്റ് എന്നും പറയാൻ പറ്റില്ല, എന്ന് വെച്ചാൽ ഡാർക്കും അല്ല, അതിൻ്റെ ഒരു മീഡിയത്തിലായിരുന്നു കേട്ടോ. ചില സമയത്ത് നല്ല ഡാർക്ക് ശർക്കര കിട്ടും. അപ്പോൾ ഈ തേങ്ങേൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ ബാലൻസ് ഇതേപോലുള്ള കുറച്ച് ബാക്കി ഉണ്ടാവും കേട്ടോ. കണ്ടോ എന്തല്ലേ, കണ്ടിട്ട് തന്നെ വായിൽ എനിക്കിപ്പോൾ തന്നെ അതാ പറയുമ്പോൾ തന്നെ എനിക്ക് വെള്ളം വരുന്നുണ്ട്. കാരണം അത്രയും തേൻ ഒഴുകുന്ന പോലെ കണ്ടോ, അത്രയും നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കേട്ടോ നിൽക്കുന്നത്. പിന്നെ ഇതേപോലെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വടിച്ചിട്ട് കഴിക്കാൻ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഞാൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇതേപോലെ എടുത്ത് ഇങ്ങനെ കഴിക്കുകയും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ. ആ ചട്ടിയിൽ നിന്ന് അങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ, കാരണം അതിൽ കുറച്ചുകൂടെ നല്ലോണം മിക്സായിട്ട് നിൽക്കിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അത് ഇനിയിപ്പോൾ അത് ബാലൻസ് വന്നിട്ടില്ലെങ്കിലും ഞാൻ ബാലൻസ് ബാക്കി വെക്കും അതിൻ്റെ അകത്ത്. എന്താ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വേറെ ഒന്നും അതിൻ്റെ ചേർത്തിട്ടുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം എന്താണെന്നറിയോ, നമ്മൾ പണ്ട് തൊട്ടേ എൻ്റെ ഒരു ശീലമായിരുന്നു. കാരണം ഉള്ളിൽ ശർക്കരേൻ്റെ മിക്സ് കൂടുതലുള്ളത് ഏതാണെന്ന് നോക്കി വെക്കും. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതിനെ കൊണ്ട് എനിക്കറിയാം ഇതിലാണ് കൂടുതലുള്ളത്. അപ്പോൾ അത് ഞാൻ ഏറ്റവും മുകളിൽ വെച്ചതാണ് കേട്ടോ. കാരണം അത് വേറെ ആർക്കും ഞാൻ കൊടുക്കൂല, അത് എനിക്ക് മാത്രമുള്ളതാണ്. അതിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനി നേരെ കൊണ്ടുപോയിട്ട് ആവി കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടോ പുക വന്നു തുടങ്ങിയിട്ടില്ലേ. അപ്പോൾ അത് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ പോയിട്ടൊന്ന് ഫ്രഷായി വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കാനിരിക്കുകയാണ്. ആദ്യം ഞാൻ വിചാരിച്ചത് ഈ ഒരു അട മാത്രം മതി, കാരണം എന്തായാലും അരിയാണല്ലോ, അപ്പോൾ അത് മതി എന്നൊക്കെയാണ് വിചാരിച്ചു. പക്ഷേ പിന്നെ വേണ്ട എന്തെങ്കിലും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പോൾ അമ്മ ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോതമ്പിൻ്റെ ദോശയും മീൻകറിയാണ് കേട്ടോ. അങ്ങനെ മീൻകറിയും ഗോതമ്പിൻ്റെ ദോശയും കൂടെ ഞാൻ എൻ്റെ ഡിന്നറാക്കി കഴിച്ചു. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ അട ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അട ഞാൻ ഒരൊറ്റ തന്നെ കഴിക്കുന്നുള്ളൂ, കാരണം ഒരുപാട് വേണ്ട, ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല, അത്ര തന്നെയുള്ളൂ. ഒരാൾക്ക് അത്രയൊക്കെ വെച്ചിട്ട് 1-2 ഒക്കെ എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. അത് ബാലൻസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയതില്ല. ഞാൻ അമ്മേനോടാണ് എനിക്ക് ഒരൊറ്റയൊന്നും മതി എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. കാരണം ഈ ദോശ കഴിച്ചത് കൊണ്ട് എനിക്ക് കൂടുതൽ കഴിക്കാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അട ഒറ്റൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അട ട്രൈ ചെയ്യാൻ പോവാണേ. അപ്പോൾ ഞാനൊരു വേറൊരു പ്ലേറ്റൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇതാണ് എൻ്റെ ആ ഒരു ഫുൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു അടയാണിത്. കണ്ടോ കറക്റ്റ് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഈ ഓയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇലേൻ്റെ മുകളിൽ പറ്റി കിടക്കും. പക്ഷേ അരീൻ്റെ അടക്കി ഉണ്ടാവും അതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ചെറിയ സംശയമുണ്ട്. അങ്ങനെ ഇതിൻ്റെ മുന്നേ ഒരിക്കലും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്ലോപ്പ് ആവുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല അതിന്, കാരണം ഓയിൽ യൂസ് ചെയ്യാത്തൊന്നും അറിയാനില്ല. ഓയിൽ ഞാൻ പക്ഷേ മാവിൽ കുറച്ച് ചെറുതായിട്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. കണ്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കുറേ കഴിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് നല്ല ടേസ്റ്റും തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ അങ്ങനെ കുറച്ചങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ട് ഞാൻ അതങ്ങനെ പൊളിച്ചിട്ട് ഞാൻ അതിൻ്റെ കൊടുത്ത മിക്സ് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ഞാൻ അതിലേക്ക് ആ ഒരു തേങ്ങയും ശർക്കരയും കൂടെ ഉള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അതും കൂടെ കൂട്ടി കഴിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ആ ഒരു കർമ്മം. അത്രയും ടേസ്റ്റുള്ളൊരു സാധനം വേറെ ഇല്ല കേട്ടോ. എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ ഒരു അട എന്ന് പറയുന്നത്. ശർക്കര ഇട്ടിട്ടുള്ള അട കേട്ടോ. പഞ്ചസാര ഇട്ടിട്ടുള്ള അട ഉണ്ട്, പക്ഷെ അതിനോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല. പിന്നെ ഗോതമ്പിൻ്റെ അടയുണ്ട്. ഗോതമ്പിൻ്റെ അടയും കുഴപ്പമില്ല, ഇഷ്ടമാണ്. അത് ഒന്നും കഴിക്കാനില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്കൊക്കെ ശേഷം കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് തോന്നും. പിന്നെ ഈ ഒരു അരീൻ്റെ അട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ടൈമിലും പോകുന്നൊരു സാധനം കേട്ടോ. ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഒരു അരീൻ്റെ അട എന്ന് പറയുന്നത്. മീൻസ് അരിപ്പൊടിയുണ്ടത്. ഇതിൽ ഞാൻ പക്ഷേ പുട്ടുപൊടി കേട്ടോ ഇന്ന് എടുത്തിട്ടുള്ളത്. കുറച്ച് തരിയുള്ളതാണ്, പക്ഷെ എന്നാലും അതൊന്നും അറിയാൻ പോലും ഇല്ല കേട്ടോ. അതിൽ നല്ല വറുത്ത പൊടി തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ എൻ്റെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഉറങ്ങാൻ പോവാം കേട്ടോ.
ഓക്കെ, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഗുഡ് നൈറ്റ്.